ഒരു പറഞ്ഞ കല നിറഞ്ഞ അറിവിനെ നീ അറിയുക, പറയുക, പോരാടുക, ചിന്ത ചീന്തി മൂർച്ചയേക്ക് തിന്മയെ തകർക്കുക നീ. ലോകമേ നിങ്ങളൊന്നിങ്ങ് ശ്രദ്ധിക്ക്, നിങ്ങ നമ്മ എല്ലാരും ഒന്നിക്ക്. ബീഡിയല്ല പ്രശ്നം, ഇവിടെ നീതി വേണം, ജോലി വേണം. ബീഡിയല്ല പ്രശ്നം, ഇവിടെ നീതി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സീൻ കുറച്ച് ഡാർക്കാണ് പറഞ്ഞ പോലെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഇന്നും ഗ്യാപ് ഡൗൺ ആണ്. ഗ്യാപ് ഡൗൺ ആയിട്ട് ഞാൻ ഇപ്പോൾ ഈ ഒരു സ്വിങ് മുതൽ ഈ ഒരു ഹൈ വരെ വരക്കുമ്പോൾ അത് ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക 0.5 0.6 അടുത്താണ് ഓപ്പൺ ആകുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു കംപ്ലീറ്റ് ഈ അപ്പ് മൂവ് സ്റ്റാർട്ടായ ഇവിടെ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 0.5 അടുത്ത് വന്നിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. മീൻസ് ഒരു കംപ്ലീറ്റ് ഒരു സ്വിങ് ഉണ്ടാക്കി കംപ്ലീറ്റ് ഒരു അപ്പ് മൂവ് വന്നതിൻ്റെ 50% ലെവലിൽ ആണ് ഇപ്പോൾ ഓപ്പൺ ആവുന്നത്. ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പും ഉണ്ട്. അപ്പോൾ ഞാൻ ഈ 50% ലെവലിൽ ഞാൻ ഇവിടെ ഒരു ഒന്ന് മാർക്ക് ചെയ്യാം. പിന്നെ അതുപോലെ ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അത് ഇപ്പോൾ ആവശ്യമില്ല. ജസ്റ്റ് 0.6 കൂടി ഞാനൊന്ന് മാർക്ക് ചെയ്തിടും. ഫില്ലിങ് ഞാൻ ഈ ഒരു 50 മൊത്തം സ്വിങ്ങിൻ്റെ ഒരു 0.5 ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സീൻ എന്താ വെച്ച് കഴിഞ്ഞാൽ HDFC ബാങ്കിൻ്റെ റിസൾട്ട് നല്ലതായിരുന്നു വന്നത്. പക്ഷെ ആ ഒരു റിസൾട്ടിൽ കുറച്ച് മാനിപ്പുലേഷൻ നടത്തിയെന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ പറ്റിയത്. അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവരെ പ്രോഫിറ്റ് കാണിക്കണതിൽ എന്തോ ഒരു മാനിപ്പുലേഷൻ നടത്തിയതുകൊണ്ട് USA ഫുള്ള് അവരെ സ്റ്റോക്ക് മൊത്തം സെല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ നോക്കുമായിരുന്നു. അപ്പോൾ ഇതിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൽ 46,000 ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നു. നോക്കട്ടെ, ഇന്നത്തത് അപ്ഡേറ്റ് ആയതിൻ്റെ ശേഷം നമുക്ക് നോക്കാം. ഇവിടെ എത്തി 45,500 ഇപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ അടുത്ത സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 45,000 ആണ്. അപ്പോൾ ഇന്നും നല്ലൊരു ഫോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇത് FII DI ഡാറ്റയാണ്. FII ഫുള്ള് ബിയറിഷാണ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഫുൾ ബിയറിഷാണ്. നമ്മുടെ ക്ലയൻറ്റ് റീറ്റെയിലേഴ്സ് ഫുള്ള് ബുള്ളിഷുമാണ്. അപ്പോൾ എന്താ FIIയും പ്രോവും DIIയും ഏകദേശം ബിയറിഷായിട്ടാണ് നിൽക്കുന്നത്. ഇവർ ബുള്ളിഷ് അയക്കുന്നത് ഇൻഡെക്സ് പുട്ടിലാണ് ബൈ ചെയ്ത് ഇരിക്കുന്നത്, ബുള്ളിഷായിട്ട് ഇരിക്കുന്നത്. ബാക്കി എല്ലാത്തിലും ബിയറിഷാണ് ഇവരുള്ളത്. പക്ഷെ റീറ്റെയിലേഴ്സ് എല്ലാത്തിലും ബുള്ളിഷും പുട്ടിൽ മാത്രം ബിയറിഷായിട്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ എന്താ സിറ്റുവേഷൻ എന്നുള്ളത്. അപ്പോൾ എന്തായാലും നല്ലൊരു മോളിക്കൽ എന്തെങ്കിലും ഒരു ട്രാപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻ്റർ ചെയ്തിരിക്കാം. അതുവരെ നമുക്ക് ഇവിടെ സൈലൻ്റ് ആയിട്ട് ഇരിക്കാം, അതാണ് നല്ലത്. ഞാൻ പൊസിഷൻ എടുത്തിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി ഒരുമിച്ച് എടുത്തിട്ടുണ്ട്. താഴത്തേക്കുള്ള പൊസിഷൻ എടുത്തത്. ഇപ്പോൾ ഈ ഒരു ഗ്യാപ്പ്, ഇന്നലത്തെ ഒരു ഗ്യാപ്പില്ലേ, അതിൻ്റെ ആ ഹൈറ്റ് ലോ വരച്ച് അവിടെ നിന്ന് ഒരു 50 to 60% ലെവലിൽ എത്തിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു പുട്ട് പൊസിഷൻ ഉണ്ടാക്കിയിരിക്കണം. അപ്പോൾ ഇവിടെ ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഒരു ഒബിയസ് ആയിട്ടൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ. അപ്പോൾ ഗ്യാപ്പ് ഫില്ല് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ബൈയിങ് വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ SL അടിക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരു താഴത്തേക്കുള്ള ഒരു മൂവ് ഉണ്ടാവും. സെയിം നിഫ്റ്റിയിൽ അത്രയ്ക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. നിഫ്റ്റിയിൽ ഓൾറെഡി താഴത്തേക്ക് വരുന്നുണ്ടായിരുന്നു. നിഫ്റ്റിയിൽ ചിലപ്പോൾ SL അടിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ആൾക്കാരൊന്നും കൂടി റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുവരെ പോകും. അല്ലെങ്കിൽ മൊത്തത്തിൽ മാർക്കറ്റ് ഓവറോൾ ഡൗൺ ആണെന്നുണ്ടെങ്കിൽ താഴത്ത് വന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും കൺസോളിഡേറ്റ് ആയിട്ട് താഴത്തേക്ക് പോകും. എന്തായാലും നോക്കാം. ഞാൻ രണ്ടിലും പൊസിഷൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 100 രൂപയൊക്കെ ലോസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു 50 പോയിൻറ്റും നിഫ്റ്റിയിൽ ഒരു 10 പോയിൻ്റ് SLും വെച്ചിട്ടുണ്ട്. ഇന്നലത്തെ നേരെ ഓപ്പോസിറ്റാണ് ഇപ്പം ഇവിടെ നടന്നിട്ടിരിക്കുന്നത്. നിഫ്റ്റി നല്ല രീതിയിൽ ഫാളോ ആവുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റി ഇവിടെ ചെറുതായിട്ടൊന്ന് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റിയും കൂടി ഒരുമിച്ച് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് ഉണ്ട്. ഇതിപ്പോൾ ഉണ്ടാവും ബാങ്ക് നിഫ്റ്റിയിൽ 3,500ഉം ബാങ്ക് നിഫ്റ്റിയിൽ എത്ര 600 700 ആയിട്ട് പ്രോഫിറ്റ് വരുന്നുള്ളൂ. നിഫ്റ്റി ഫോളോ ചെയ്യുന്നേ ഇല്ല. നിഫ്റ്റി നിന്നോടത്ത് അല്ല, ബാങ്ക് നിഫ്റ്റി ഫോളോ ചെയ്യുന്നേ ഇല്ല. നിഫ്റ്റിയാണ് ഫുൾ മൂവ്മെൻറ്റ് വരുന്നത്. രണ്ടും കൂടി ഒരുമിച്ചൊരു ഫോളോ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പരിപാടി നിർത്തി പോകാമായിരുന്നു. പക്ഷേ ഞാൻ കാണിച്ചു തരാം. നിഫ്റ്റി കണ്ട ഈ VWAPൽ സപ്പോർട്ട് അടിച്ച് നിൽക്കുകയാണ്. അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഒന്നുകൂടി നോക്കട്ടെ. VWAPൽ ചിലപ്പോൾ സപ്പോർട്ട് അടുപ്പിച്ച് ബയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യണതും ആവാൻ ചാൻസ് ഉണ്ട്. അതും നോക്കണം. ഇതിൽ പ്രോഫിറ്റ് കുറഞ്ഞു. നിഫ്റ്റിയിൽ പ്രോഫിറ്റ് കുറഞ്ഞു വരുന്നുണ്ട്.
എന്തായാലും നമ്മളെ ഡെയിലി ടാർഗറ്റ് എത്തിക്കഴിഞ്ഞാൽ ഞാൻ എക്സിറ്റ് ചെയ്യും, പ്രോഫിറ്റ് കിട്ടിയാലും ഇല്ലെങ്കിലും. എനിക്ക് തോന്നുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ ഇവിടുന്ന് മുകളിലേക്ക് പോകുന്നില്ല രീതിയിൽ. ഒരു സെക്കൻഡ്, ഞാൻ ഈ HDFCൻ്റെ കൂടെ ഒന്ന് നോക്കട്ടെ. HDFCൻ്റെ എന്താ, HDFCൻ്റെ ഫോളിങ്ങിലാണ് മൊത്തം ബാക്കി ഫോളൊക്കെ ഇരിക്കുന്നത്. ഓക്കെ, HDFC 5% 0.5 വന്നിട്ട് ബയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടുന്ന് കുറച്ച് നേരം ബയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്ത് താഴത്തേക്ക് ഫോളോ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഓൾറെഡി ഇവിടുന്ന് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നുള്ള അസംഷനിൽ ബയേഴ്സ് വന്നവരുണ്ടാവും. അവർ റീട്രേസ്മെൻറ്റ് വരുന്ന ഇവിടുന്ന് ബൈ ചെയ്യും. അങ്ങനെ ബൈ ചെയ്യുമ്പോൾ താഴത്തേക്ക് SL ക്രിയേറ്റ് ആകുമ്പോൾ അതും കൂടി അടിച്ചിട്ട് താഴത്തേക്ക് പോകും. നോക്കാം എന്താണെന്ന് നോക്കാം. ഇപ്പോൾ പ്രോഫിറ്റ് ഒരു ഇത് കണ്ടാ, നിഫ്റ്റിയിൽ 3700 പ്രോഫിറ്റ്, ബാങ്ക് നിഫ്റ്റിയിൽ 666 രൂപ ലോസൊക്കെ കാണിക്കുന്നത്. ഈ നിഫ്റ്റി ഫോളോ ചെയ്ത പോലെ ബാങ്ക് നിഫ്റ്റി ഫോളോ ആവുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് ആയാലും. ഞാൻ ഇതിൻ്റെ ടാർഗറ്റിനനുസരിച്ചിട്ട് ചിലപ്പോൾ നിഫ്റ്റി ആദ്യമേ ഞാൻ എക്സിറ്റ് ചെയ്യും, അതാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് വന്നല്ലേ. ഇത് ഇനിയൊരു റീട്രേസ്മെൻറ്റിന് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ ഉള്ള പ്രോഫിറ്റ് കുറേ പോകും. അപ്പോൾ അതിലും ബെറ്റർ ഒരു നമ്മുടെ ഫിബിൻ്റെ ഒരു ടാർഗറ്റ് വെച്ചിട്ടേ, അപ്പോൾ ഈ ഒരു ഹൈറ്റ് ഈ ഒരു ലോട്ട് ഈ ഒരു ഹൈ വരക്കുക. ഈ 2.6 എത്തുമ്പോൾ നമുക്ക് ഈ പൊസിഷൻ എക്സിറ്റ് ചെയ്യാം, ബാങ്ക് നിഫ്റ്റിയുടെ അല്ല നിഫ്റ്റിയുടെ. ഇതിലെപ്പോഴും ഇത് വേണമെങ്കിൽ റൺ ചെയ്യാൻ വിടാം, ഇത് കുഴപ്പമില്ല. ഇത് ഇപ്പം എത്ര ഉണ്ട്, ഇതും അത്യാവശ്യം ഫാള് ചെയ്യാനുള്ളത് തന്നെയാണ്. നോക്കാം എന്തായാലും, ഇത് റൺ ചെയ്യാൻ വിടാം. ഇത് എന്തായാലും 2.6 എത്തുമ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അല്ല രണ്ടും ഒരുമിച്ച് ഫോളോ ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് നമുക്ക് വെയിറ്റ് ചെയ്യാം. നിഫ്റ്റി ഉണ്ടോ, നിഫ്റ്റി ഇവിടുന്ന് ബയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നത്. ഒന്നില്ലെങ്കിൽ നിഫ്റ്റിയിൽ ഇവിടെ സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്തിട്ട് തിരിച്ച് മുകളിലേക്ക് പോകും, അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ ബയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്ത് താഴത്തേക്ക് വരും. ഓവറോൾ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് ബെയറിഷ് ആയതുകൊണ്ട് കണ്ടോ, അത് ഫുൾ റെഡാണ്. ഇന്ത്യ വിക്സ് ഒഴിച്ച് ബാക്കി എല്ലാം റെഡാണ്. അപ്പോൾ നമുക്ക് താഴത്തേക്കുള്ള ഒരു പ്ലാനിനെ നോക്കിയിരിക്കാം. പ്രോബബിലിറ്റി താഴത്തേക്ക് പോകാനാണ്, അതെന്തായാലും നോക്കാം. ഈ ബാങ്ക് നിഫ്റ്റിയിലൊന്ന് കുറച്ച് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാം, നമ്മളെ SL അല്ലേ, ബാങ്ക് നിഫ്റ്റിയുടെ SL എന്ന് പറയുന്നത് 50 പോയിൻ്റാണ്. അതൊന്ന് ചെറുതാക്കി വെക്കാം. ഉണ്ടോ, ഏകദേശം ആ റേഞ്ചിൽ കിടന്നിട്ടാണ് കളിക്കുന്നത്. ഈ ഒരു ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേന് നമുക്ക് നൈസിൽ എന്താ കോസ്റ്റ് അല്ലെങ്കിൽ ഒരു 25 പോയിൻ്റ് SL ഒക്കെ ആക്കി വെക്കാം. ബാങ്ക് നിഫ്റ്റി OI വൈസ് ബുള്ളിഷായിട്ടാണ് കാണിക്കുന്നത്. നിഫ്റ്റി നല്ല ബെയറിഷാണ്. ഇത് നിഫ്റ്റിൻ്റെ എക്സ്പയറി ആണ്, അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കണം. നമുക്ക് എന്തായാലും ബാങ്ക് നിഫ്റ്റി എപ്പോഴെങ്കിലും ഒരു ചെറിയൊരു താഴത്തേക്കുള്ള ഒരു മൂവ് എന്തായാലും വരികയാണെന്നുണ്ടെങ്കിൽ അപ്പം നൈസിൽ എക്സിറ്റ് ആവാം, അതാണ് നല്ലത്. ബാങ്ക്സിൽ ആക്സിസ് ബാങ്ക്, കൊട്ടക് ബാങ്ക്, ICICI ഈ 3 ആണ് ബുള്ളിഷായിട്ട് നിൽക്കുന്നത്. ബാക്കിയൊക്കെ റെഡാണ്. ഇവർ പതുക്കനെ താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ബാങ്ക് നിഫ്റ്റി അതിൻ്റെ ഒപ്പം താഴത്തേക്ക് ഇറങ്ങി വരും. വരുന്നുണ്ട്, ഒരു ഫോളും കൂടി വരുന്നുണ്ട്, നോക്കാം എന്തോ. ബാങ്ക് നിഫ്റ്റി കണ്ട് പോകുന്നില്ല കേട്ടാ. നിഫ്റ്റിയിൽ മാത്രം 5000 സംതിങ് ആയി. സീന് മാൻ, നിഫ്റ്റിക്ക് എന്താ പ്രാന്തളകിയെന്ന് തോന്നുന്നു. ഇന്ന് നിഫ്റ്റിയാണ് മെയിൻ. ഇന്ന് നിഫ്റ്റിയാണ് നമ്മുടെ മെയിൻ താരട്ടാ. നിഫ്റ്റിയിൽ മാത്രം 5300. ഓക്കെ, ഇത് ഇന്നലത്തെ ബാക്കി ഇന്ന് കണ്ടിന്യൂ ചെയ്യണമെന്ന് തോന്നുന്നു. പക്ഷേ ബാങ്ക് നിഫ്റ്റി ഫോളോ ചെയ്യുന്നില്ല. ബാങ്ക് നിഫ്റ്റി കൂടി ഫോളോ ചെയ്താലേ എനിക്ക് കാര്യമുള്ളൂ. ബാങ്ക് നിഫ്റ്റി അനങ്ങുന്നില്ല. ബാങ്ക് നിഫ്റ്റി നിന്നോടത്ത് നിന്ന് കളിക്കുകയാണ്. നിഫ്റ്റി ഇപ്പോഴും SLൻ്റെ കുറച്ച് മുകളിൽ, ജസ്റ്റ് മുകളിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ. എന്ത് ചെയ്യും, ഡെയിലി നമ്മുടെ ടാർഗറ്റൊക്കെ നിഫ്റ്റി മാത്രം ഒറ്റയ്ക്ക് അച്ചീവ് ചെയ്ത് തന്നിട്ടുണ്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്യണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത്ര ഫോള് ബാങ്ക് നിഫ്റ്റി ഇല്ലാതെ തന്നെ നിഫ്റ്റി ഫോളോ ആവുന്നുണ്ട്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയും കൂടി ഒരുമിച്ച് ഫോളോ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പിടിച്ചാൽ കിട്ടാത്ത ഫോള് വരും. അതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ബാങ്ക് നിഫ്റ്റി അങ്ങോട്ട് അനങ്ങുന്നില്ല, അവിടെ നിന്ന് കളിക്കുകയാണ്. ഇത് ബാങ്ക് നിഫ്റ്റിയുടെ ടാർഗറ്റാണ് ഈ കിടക്കുന്നത്, അങ്ങോട്ടൊന്നും വരുന്നേ ഇല്ല. ഒരു മൊമെൻ്റ് എങ്ങനെ വരണം, എന്നാലേ 5800 5900 ബാങ്ക് നിഫ്റ്റി മാത്രം ഓൾമോസ്റ്റ് 6K നിഫ്റ്റി മാത്രം 6K. നിഫ്റ്റിക്ക് ഭ്രാന്താടാ അറിഞ്ഞ്
5300 കുറയുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഈ ബാങ്ക് നിഫ്റ്റിയും കൂടി ഇതിൻ്റെ ഒപ്പം ഫോളോ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഫോളോ വരുന്നുണ്ട്. ഫോളോ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടല്ലോ. ഇതിലും കൂടുതൽ താഴെ പോകും. 21,320 അടുത്ത ഒരു ടാർഗറ്റും കൂടി വെക്കാം. ഇതേ ബാങ്ക് നിഫ്റ്റി ഫോളോ ചെയ്തിട്ടില്ല ഇതിന്. അപ്പോൾ ഈ ബാങ്ക് നിഫ്റ്റി ഫോളോ ചെയ്യുമ്പോൾ എന്തായാലും നിഫ്റ്റി കുറച്ചും കൂടി താഴത്തേക്ക് പോകും. അല്ല ഇവിടുന്ന് റിവേഴ്സൽ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ റിവേഴ്സൽ അടിക്കും ചെയ്യും. ഇത് വിവാപ്പിൻ്റെ ലെവലാണ്. ഇപ്പോൾ ഇവിടെ പക്ക ഒരു ട്രാപ്പാണ് ചെയ്തിട്ടുള്ളത്. ബയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തു, തിരിച്ച് സപ്പോർട്ടിൽ ബയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തു. ഇപ്പോൾ ഇത് തേർഡ് ടൈമാണ് വരുന്നത്. ഇവിടെ നിന്നാണെങ്കിൽ ഇവിടെ കുറച്ച് നേരം കൂടി കൺസോൾട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫോൾ എക്സ്പെക്ട് ചെയ്യാം. ഒന്നും ആയിട്ടില്ല. ഇതിൻ്റെ ഈ റേഷ്യോ നോക്ക് 6,300 900 ഒരു 1:6 ഒക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ. നിഫ്റ്റിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് ടാർഗറ്റിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ബാങ്ക് നിഫ്റ്റി ഫോളോ ചെയ്യാത്തതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കൂടി ഹോൾഡ് ചെയ്യാണ്. ഇവിടുന്ന് ഈ ഒരു ലെവലിൽ നിന്ന് എന്തെങ്കിലും ഒരു റിവേഴ്സൽ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അപ്പം മൊത്തം മാർക്കറ്റിൽ ഞാൻ എക്സിറ്റ് ചെയ്യും. ഇത് എന്താ സ്റ്റോപ്പ് ലോസ് ഒക്കെ നമുക്ക് ഇനി ഒഴിവാക്കാം. ഇനി സ്റ്റോപ്പ് ലോസിൻ്റെ ഒന്നും ആവശ്യമില്ല. 7,200 7,300 പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റി ഒരു ഫോൾ വരുന്നുണ്ട്. ഇതിങ്ങനെ നല്ലൊരു കണ്ടിന്യൂഷനിൽ വരികയാണെന്നുണ്ടെങ്കിൽ പൊളിക്കും. ചുമ്മാ പൊളിയായിരിക്കും ഇന്ന്. പക്ഷെ എന്നാലും എന്താ നിഫ്റ്റിക്ക് എന്താ പറ്റി? ഇങ്ങനെ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിഫ്റ്റിക്ക് എന്തെങ്കിലും പറ്റണമല്ലോ. എന്താ ന്യൂസ് എന്താ എനിക്കറിയില്ല. ഇന്നലെ ബാങ്ക് നിഫ്റ്റി ഫോളോ ചെയ്ത പോലെയാണ് ഇന്ന് നിഫ്റ്റി ഫോളോ ചെയ്യുന്നത്. നിഫ്റ്റിയുടെ പൊസിഷൻ ഞാൻ റിമൂവ് ചെയ്തത്. നിഫ്റ്റിൻ്റെ ടാർഗറ്റൊക്കെ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോകുന്നുണ്ട്. അപ്പം ഞാൻ നിഫ്റ്റിയുടെ പൊസിഷൻ എക്സിറ്റ് ചെയ്തു. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി അതിന് ഫോളോ അപ്പ് വരുന്നുണ്ടോ നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ സ്റ്റോപ്പ് ലോസ് ഞാനൊന്ന് ചെറുതാക്കട്ടെ. നിഫ്റ്റി സത്യം പറഞ്ഞാൽ ആ സ്റ്റോപ്പ് ലോസ് വെച്ച സ്ഥലത്തുനിന്ന് സ്റ്റോപ്പ് ലോസ് ഒന്നും ഇല്ലല്ലേ ഇപ്പോൾ? ഓക്കെ, സ്റ്റോപ്പ് ലോസ് വെച്ച സ്ഥലത്തുനിന്ന് വല്ലാതെ ഒരു മൊമെൻ്റ് ഒന്നും തന്നിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നലെ ചെയ്ത പോലെ ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് ആൾക്കാരെ കൊണ്ട് ബൈ ചെയ്യിപ്പിക്കണ പോലെ തോന്നുന്നത്. ഇവിടുന്ന് ബൈ ചെയ്തതിൻ്റെ ശേഷം ഇത് താഴത്തേക്ക് വരും. താഴത്തേക്ക് വരാനാണെന്നെങ്കിൽ താഴത്തേക്ക് വരും. നിഫ്റ്റി ഓൾറെഡി എന്താ പറയുക നല്ലോണം താഴത്തേക്ക് വന്നു. മറ്റേ നമ്മുടെ RSIയിലൊക്കെ കംപ്ലീറ്റ്ലി ഓവർ സോൾഡ് ആണ്. ഇനിയും കുറേ നേരം ഹോൾഡ് ചെയ്തിട്ട് കാര്യമില്ല. അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ഇതിൽ കിട്ടിയില്ല. ഇനിയിപ്പോൾ ചുമ്മാ ഹോൾഡ് ചെയ്തിട്ട് കാര്യമില്ല. ഒരു 10,600 നിഫ്റ്റിയിൽ മാത്രം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി ബാങ്ക് നിഫ്റ്റി നമുക്ക് റൺ ചെയ്യാൻ വിടാം. 35 പോയിൻ്റ് SL വെക്കാം. ഒരു 100 പോയിൻ്റ് ടാർഗറ്റ്. നിഫ്റ്റിയിൽ ഇപ്പോൾ കണ്ടോ? നിഫ്റ്റിയിൽ ഇപ്പോൾ സംഭവിച്ചതുണ്ടോ? ഞാൻ എക്സിറ്റ് ചെയ്ത് അടുത്തതിലുണ്ടോ അത് തിരിച്ച് താഴത്തേക്ക് വന്നത്. അപ്പോൾ ഈ ഒരു ലോസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടോപ്പിൽ തന്നെ സെല് ചെയ്തത്. എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രീമിയത്തിൽ ഇതൊരു നല്ല ഹൈ ആയിരുന്നു. ഈ ഹൈൻ്റെ മുകളിലൊക്കെ കയറുമ്പോൾ ആൾക്കാർ പിന്നെ ബയേഴ്സ് വരും. അപ്പോൾ ബയേഴ്സ് വരുന്നതിൻ്റെ മുന്നേ എന്തായാലും നമ്മളിവിടെ നമ്മളെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. ഇവിടെ ബയേഴ്സ് വരുമ്പോൾ നമ്മൾ സെല് ചെയ്തു. ആ സെല് ചെയ്ത സംഭവമാണ് ഇവിടെ കാണിച്ചത്. പക്ഷേ ഈ ക്യാൻഡിൽ സെല് ചെയ്യണതിൻ്റെ മുന്നേ ഞാനിവിടെ സെല് ചെയ്തു. ബാങ്ക് നിഫ്റ്റിക്ക് മൂവ്മെൻ്റ് ഇല്ല കേട്ടോ. ബാങ്ക് നിഫ്റ്റി നമ്മളെ തേക്കുന്ന തോന്നുന്നു. കുഴപ്പമില്ല. ഇന്നിപ്പോൾ ഇനി എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. ഇന്നൊരു 10K എന്തായാലും നമ്മൾ കൊണ്ടുപോകും. എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി ഇങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ റാൻഡമായിട്ടുള്ള സെല്ലേഴ്സ് അവിടെ ഇവിടെയൊക്കെ കയറിയിരിക്കും. അപ്പോൾ അവരെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് മുകളിലേക്ക് പോണതാണ്. പക്ഷേ ഇന്ന് രണ്ടും വേറെ വേറെ ലെവലിലാണ് പോകുന്നത്. ഇതുണ്ടോ? ഇതിവിടെ കൺസോൾട്ടേറ്റ് ചെയ്ത് നിൽക്കുന്ന സെയിം ടൈമിൽ നിഫ്റ്റി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതുണ്ടോ? ഈ ടോപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് എത്ര പോയിൻ്റ് താഴത്തേക്ക് വന്നു അറിയാം? ഈ ടോപ്പിൽ നിന്ന് 35 പോയിൻ്റ് താഴത്തേക്ക് വന്നു. അപ്പോൾ നമ്മളിവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയായിരുന്നെങ്കിൽ 35 പോയിൻ്റ് ഇപ്പോൾ നമ്മളത് ഓൾറെഡി ഇതായിട്ട് ഇരിക്കുക. അതിൽ നല്ല ടോപ്പിൽ ഇനി നമുക്ക് ഇവിടെ അടിയിൽ നിന്ന് വേറെ എന്തെങ്കിലും ട്രാപ്പ് സെറ്റപ്പ് കാണുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എൻ്റർ ചെയ്യാമല്ലോ. ഈ ടോപ്പിൽ എപ്പോഴും സെല് ചെയ്ത് വെക്കണമെന്നല്ല. അല്ലെങ്കിൽ ഹാഫ് ക്വാണ്ടിറ്റി ബുക്ക് ചെയ്യും. ഞാൻ ഹാഫ് ക്വാണ്ടിറ്റി അങ്ങനെ ചെയ്യലില്ല. ബാങ്ക് നിഫ്റ്റി ഒന്ന് ഫോളോ ചെയ്ത് കിട്ടണം. ബാങ്ക് നിഫ്റ്റിയും കൂടി ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ ഡേ നല്ല സൂപ്പർ ഡൂപ്പർ ഡേ ആവും. ഓൾറെഡി നിഫ്റ്റി ഫോളോ ചെയ്ത സ്ഥിതിക്ക് ബാങ്ക് നിഫ്റ്റി ഫോളോ ചെയ്യേണ്ടതാണ്. നമുക്ക് നോക്കാം. ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധിച്ചത് എന്താണെന്ന് അറിയാം. അപ്പോൾ നിഫ്റ്റി ഇങ്ങനെ ഫോളോ ചെയ്തില്ല. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഇവിടെ ഇങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്തു. ഇനി ബാങ്ക് നിഫ്റ്റി ഒരു ഫോളോ ചെയ്യാം. അപ്പോൾ നിഫ്റ്റി ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്ത് വെക്കും. രണ്ടും ഒരുമിച്ച് ഫോളോ ചെയ്യാതെ മൊമെൻറ്റം വേറെ വേറെ സ്പ്ലിറ്റ് ചെയ്ത് ഇവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ നടക്കുന്നുണ്ടോ നോക്കാം നമുക്ക് കേട്ടോ.
ഇപ്പോൾ നിഫ്റ്റി ഇവിടെ ഇങ്ങനെ ഇപ്പോൾ ഈ ഫാളൊക്കെ ഇത്രയും ഫാൾ വന്നപ്പോൾ ബാങ്ക് നിഫ്റ്റി ഇവിടെ സൈഡ് വൈസ് ആയിട്ട് നിൽക്കുകയല്ലായിരുന്നു. അപ്പോൾ ഇനി ബാങ്ക് നിഫ്റ്റി ഒരു ഫോളോ ചെയ്യുമ്പോൾ നിഫ്റ്റി ഇവിടെ സൈഡ് വൈസ് ആയിട്ട് നിൽക്കും. നമുക്ക് അങ്ങനെ ഇന്ന് നടക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കേ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ 25 പോയിൻ്റ് SL വെച്ചത് അടിച്ച് ഞാൻ കാണിച്ചു തരാം. നിഫ്റ്റിയിൽ ഇപ്പോൾ ഈ ഫുള്ള് സെല്ല് വന്നില്ലേ, രാവിലെ വന്ന എൻ്റയർ സെല്ല് ഉണ്ടാവും. സെല്ല് ഇത് മൊത്തം തിരിച്ച് താഴത്തോട്ട് വന്ന് ഈ സെല്ലിങ് ഉണ്ടായത് മുഴുവൻ തിരിച്ച് 1 2 3 4 ക്യാൻഡലിൽ തിരിച്ച് താഴത്തോട്ട് വന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒന്നില്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി സെല്ലിങ്ങിൽ സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്ത് ട്രാപ്പ് ചെയ്യും, അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇവിടുന്ന് ബയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് ട്രാപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കറക്റ്റ് ടൈമിൽ ഇവിടെ എക്സിറ്റ് ആയതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിത്തെ പ്രോഫിറ്റ് ഒരു 10,600 സംതിങ് ഉണ്ട്. ഇവിടെ ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ SL ചെറുതാക്കി 50 പോയിൻ്റ് SL ഉള്ളത് ഞാൻ ജസ്റ്റ് ഒരു 25 ആക്കിയോണ്ട് ഒരു 792 ലോസും ഇതിലുണ്ട്. ഓവറോൾ ഒരു 9,853. കാണിച്ചു തരാം, ഓർഡർ കാണിച്ചു തരാം. ആകെ ഈ രണ്ടെണ്ണേ ചെയ്തിട്ടുള്ളൂ. ഇത് ക്യാൻസൽ ചെയ്തു. ഈ 2 എത്ര പോയിൻ്റാണെന്നറിയാം കിട്ടിയത്. നിഫ്റ്റിയിൽ 105 മേടിച്ചിട്ട് 211 വിറ്റു. എത്ര നിഫ്റ്റിയിൽ അബവ് 100 പോയിൻ്റ് കിട്ടി. ഓ മോനെ, ഇതൊന്നും നിഫ്റ്റിയൊക്കെ വൻ ട്രാപ്പാണ് കേട്ടോ. ഇത്രയും ആൾക്കാരെ ഇവിടുന്ന് സെല്ല് ചെയ്തവരെ മൊത്തം ട്രാപ്പ് ചെയ്തു. പറഞ്ഞാൽ മൊത്തം ട്രാപ്പ് ചെയ്തുണ്ടോ. ഇത്രയും നേരം സെല്ല് ചെയ്ത് ഉണ്ടാക്കിയത് മുഴുവൻ 2-3 ക്യാൻഡലിൽ മൊത്തം കൊണ്ടുപോയി. അപ്പോൾ നമുക്കെന്തായാലും നമുക്ക് കിട്ടേണ്ടത് ഇന്ന് കിട്ടി. ഇന്ന് നല്ല ഭാഗ്യമുണ്ട്. ഞാൻ കുറച്ച് നേരം കൂടി അവിടെ ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ മൂഞ്ചി തിരിഞ്ഞിരുന്നേനെ. അപ്പോൾ ഇന്നത്തെ പരിപാടികളെല്ലാം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ജിജി ബോയ്സ്.